ഗായ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ, മൈൻക്രാഫ്റ്റ് എപ്പിസോഡ് 2 ആണ്. അപ്പം ഇതിങ്ങനെ കൊണ്ടുപോകാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പം ഇത് ഡ്രാഗനെ കൊല്ലാനൊക്കെ നമുക്ക് പൂതിയുണ്ട്. അതുവരെ നമുക്ക് നിൽക്കുകയാണെങ്കിൽ കിടമരി നമുക്ക് നിൽക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നില്ലെങ്കിൽ ഇതിൻ്റെ പാർട്ട് ഞാൻ ഒഴിവാക്കുന്നതാണ്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാം. അപ്പം നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഒരു ഉദാഹരണം നമ്മൾ ഒരു ആർമർ ജസ്റ്റ് ഒന്ന് അയൺ പിക്കാക്സ് അങ്ങനെ എന്തെങ്കിലും ആക്കാനൊക്കെ ഒരു പൂതിയുണ്ട്. അപ്പോൾ നമുക്കിന്ന് കേവിലാണെന്ന് കൂടുതൽ പരിപാടിയും. അപ്പോൾ ഒന്ന് നമുക്ക് നേരെ രാത്രി തുടങ്ങി. ഗൈസ് രാത്രി തുടങ്ങി. നമുക്കിപ്പോൾ വേഗം സോംബീസ് ഉണ്ട്. അപ്പം നമുക്ക് വല്ല മൈനിങ്ങിനായിട്ട് പോവാം ഗൈസ്. അങ്ങനെയൊക്കെ ഗൈസ് നമുക്ക് ഈ പിക്കക്സ് വെച്ചാണ്ട് വല്ല കല്ല് പൊട്ടിക്കാം. ഇവിടെ മൈൻ ഷാഫ്റ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത് ഗൈസ്. ഇതിൻ്റെ അടിയിൽ നമുക്ക് മൈൻ ഷാഫ്റ്റിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്. നമുക്കിത് കാണുന്നില്ലല്ലോ ഗൈസ്. നമുക്ക് വല്ല സ്ഥലത്തേക്ക് പോവാം. നമുക്കിതിൽ ടോർച്ച് ഉണ്ടാക്കാൻ നോക്കാം ഗൈസ്. ടോർച്ച് ഉണ്ടാക്കാൻ വെച്ചാൽ കയ്യിൽ ഗൈസ് നമ്മുടെ അടുത്ത് ഇപ്പോൾ എന്തൊക്കെയുള്ളത്, ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും പിന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്, പിന്നെ നമ്മളൊരു നൂബിൾ തന്നെയാണ് ഗൈസ്. ആ അടുത്ത് കാര്യമായിട്ടൊന്നും ഇല്ല ഗൈസ്. അപ്പം നമ്മൾ എന്താ കാട്ടുക, അപ്പോൾ നമുക്ക് നേരെ ഈ കല്ല് ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് നേരെ മേലോട്ട് പൊട്ടിക്കാം. പൊട്ടിച്ച് നിൽക്കുകയാണ്. രാവിലെ അതിൻ്റെ ശേഷമാണ് നമുക്ക് കൂടുതൽ പണി. അപ്പോൾ നമുക്ക് കല്ലൊക്കെ നോക്കാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ സോംബി വീഴുകയാണെങ്കിൽ നമ്മൾ ചന്ദ്ര ഉറപ്പിച്ച് നമ്മൾ നേരെ ഈ കല്ലൊക്കെ പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് ആ ടൈം കൊണ്ട് ഇതിൽ ബെസ്റ്റ് ഗൈസ്. അപ്പോൾ നമുക്ക് കല്ലിൻ്റെ പിക്കാക്സ് ഉണ്ടാക്കാനുള്ളതായിട്ടുണ്ട്. അപ്പം സ്റ്റോൺ പിക്കാക്സ് നമുക്ക് എന്തായാലും നിർബന്ധമാണ്. അതാണ് നമ്മളെ ജീവിതത്തിൽ ഫസ്റ്റ് ഗൈസ്. അതാണ് നല്ലൊരു പിക്കാക്സ്. ഡയമണ്ട് പിക്കാക്സ് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു പിക്കാക്സാണ്. പക്ഷേ അതിൻ്റെ അടുത്തൊക്കെ എത്താൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഇതാണ്, എന്താ പറയുക, അപ്പോൾ നമ്മൾ 2 സ്റ്റോൺ പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, രണ്ട് ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, സോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് വല്ല മേലക്ക് പോകുന്നത്
അപ്പം ഇനി രാവിലെ ആവണ വരെ നമുക്ക് കാത്തിക്കാം. അപ്പം രാവിലെ ആകാൻ ഇനി കുറച്ച് ടൈം കൂടി ഉണ്ടാവും. നമുക്ക് ഇവിടെ ഒന്ന് പൊട്ടിക്കാം. ഇനി രാവിലെ ആവണ വരെ നമുക്ക് കാത്തിക്കാം. അങ്ങനെ ഗായ്സ് നമ്മളെ രാവിലെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് വല്ല മേലോട്ട് കയറാം. 21 കല്ല് നമ്മൾ ഇപ്പോൾ അവിടെ നിന്ന് എടുത്ത് ബാക്കി സോംബീസിലൊക്കെ പോയി തുടങ്ങിയെന്നാണ് തോന്നുന്നത്. ഡിസ്പോണായിട്ടുണ്ടാവും. സ്കെൽട്ടൻ ഗായ്സ്, സ്കെൽട്ടന് മണ്ടിക്കോലേ മണ്ടിക്കോലേ അപ്പോൾ ഗായ്സ് നമുക്ക് ലൈഫ് കുറവാണ്. അതിനുകൊണ്ട് നമുക്ക് വല്ല ഇവിടുന്ന് ഇതൊക്കെ സോംബീസുകൾ ഇതൊക്കെ ചത്തു പോട്ടെ. നമുക്കപ്പോൾ ഇതിന് കുറച്ച് ഭക്ഷണങ്ങളും ഇതൊക്കെ എടുത്ത് സെറ്റ് ആവാം ഗായ്സ്. അപ്പോൾ നമുക്ക് നേരെ ഇതൊക്കെ എടുക്കാം. മീറ്റിൻ്റെയൊക്കെ എടുത്ത് സെറ്റ് ആവുക ഗൈസ്. അപ്പം നേരെ നമ്മൾ ഇവിടെ ഒരു ഇതുണ്ടേനല്ലോ, അത് കാണില്ല ഗൈസ്. അവിടെ കുറച്ച് കോഴികളുണ്ട്. അപ്പോൾ ഈ കോഴികളെ നമ്മൾ പൊരിച്ച് ഫ്രൈ ആക്കാം. ഇന്നാണ് എൻ്റെ ജീവൻ്റെ അവസാനം. പോയി ചത്തുപോയി. അതാ അടുത്ത കോഴി, രണ്ടാമത്തെ കോഴി ഇതവിടെ. അതിനും കാട്ടായിരുന്നില്ല. നമ്മളൊരു നൂപനാണ് സത്യം പറയുന്നില്ല. അതാക്കുന്നു നല്ല സെറ്റ് സാധനം പശു. അപ്പോൾ ഈ പശുവിനെ നമ്മൾ കഥം ഇതിനൊരു 3 അടി, 2 അടിയിൽ ചത്തോയി ഗൈസ്. അങ്ങനെ 2 അടി അടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കാൻ സെറ്റായി ഗൈസ്. നമുക്ക് ഇതൊന്ന് ഫുഡൊക്കെ അടിച്ച് കയറ്റി പള്ള നിറയ്ക്കാം ഗൈസ്. ഇതും കൂടി അങ്ങ് തിന്നാം ഗൈസ്. അങ്ങനെ ഈ ലൈഫൊക്കെ തിരിച്ചു കൂടിയോളൂ. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് നേരെ കേവ് എക്സ്പ്ലോറിങ്ങിന് പോവാം ഗൈസ്. ആദ്യം നമ്മൾക്ക് അയണും കാര്യങ്ങളും, അല്ലെങ്കിൽ കേവ് എക്സ്പ്ലോറിങ്ങിന് പോകണ്ട, നമുക്ക് മൈനിങ്ങിനാണ്ട് പോവാം ഗൈസ്. മൈനിങ്ങിന് പോവാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് അയൺ എന്തൊക്കെ കിട്ടും. അത് നമുക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളും അതൊക്കെയാണ് വേണ്ടത്. ആദ്യം നമ്മൾ ഇതിനാണ്ട് തീർത്തിട്ടുണ്ട്. നമുക്ക് ബെഡും ഫുഡും ഒക്കെ റെഡി ആയതിൻ്റെ ശേഷം കേവ് എക്സ്പ്ലോറിങ്ങിന് വേണ്ടി നീന്തിയുണ്ട് പോവാം. ആഹാ, നല്ല കേൾക്കാണ്ട് പോയിക്കുന്നു ഗൈസ്. എത്ര വേണം കയറാം. ഒരു സോംബി ആർമറൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട് ഗൈസ്. ഞാൻ കണ്ട്. നമുക്ക് വെള്ളം ഇവിടുന്ന് നേരെ ഗൈസ് നമുക്ക് ഇനി നേരെ ഈ ഈ വെള്ളത്തേക്ക് ഇനി നമ്മൾ ആദ്യം വന്ന സ്ഥലം നേരെ നമുക്ക്
ഇവിടെ ഒരു ഇതുണ്ട്, ഇതിന് കണ്ട് എടുക്കുക ഗൈസ്. നിക്കടവിടെ ഞാൻ അയിന് കൊടുത്ത്. അപ്പം ഇനി നമുക്കൊരു വില്ലേജൊക്കെ കിട്ടുകയാണെങ്കിൽ ലാഭമാവും. ഇനി അങ്ങനെ ഇതിന് ഇങ്ങനെ കട്ട് ചെയ്ത് ഗൈസ്. അങ്ങനെ ഈ ആടിനും കൂടി പിന്നെ ഇവിടെ വലിയൊരു കേവ് തന്നെയാണുള്ളത്. അപ്പം നമുക്ക് ഇവിടേക്ക് വല്ലായിരുന്നു. അടിയിൽ അയണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് അത് എടുക്കാനായിരുന്നു. നേരെ വെള്ളത്തേക്ക് ചാടി ഗൈസ്. ഈ പണ്ട് ഏതോ ടൈമിൽ ഞാൻ കളിച്ച സ്ഥലത്തിന് ലുക്കുണ്ട് ഗൈസ്. ലൈഫ് നല്ല കുറഞ്ഞു ഗൈസ്. വേഗം ഭക്ഷണം കഴിക്കുക. ഇവിടെ കുറച്ച് അയൺ, 4 അയൺ ഇവിടെ കാണുന്നുണ്ട്. ഈ 4 അയൺ കൊണ്ട് എടുക്കുക ഗൈസ്. 4 അയണല്ല, അതിനെ വേണ്ടി തോന്നുന്നുണ്ട്. ഗൈസ് നമ്മൾ വലിയൊരു കേക്ക് തന്നെയാണ് പോയി വീണേ ഗൈസ്. നമുക്ക് ഗൈസ് അത്യാവശ്യമാണ് ഒരു ടോർച്ച് ഗൈസ്. ആദ്യം ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ തന്നെ എക്സ്പ്ലോർ ചെയ്യാം. ഇതുണ്ട് ഗൈസ്. അവിടെ ആയിട്ടൊരു അയണുണ്ട് ഗൈസ്. ഒന്നുമില്ല, കുറേ കണക്കിന് അയണുണ്ട് ഗൈസ്. ഈ അയണൊക്കെ എടുത്തിട്ട് പോവുക ഗൈസ്. ഡയമണ്ട് ഉണ്ടെങ്കിൽ അത് എടുക്കുക ഗൈസ്. ആയിട്ടില്ല, നമ്മൾ നേരെ ഈ അയണുകളൊക്കെ എടുത്ത് പോവാം. അങ്ങനെ ഗൈസ് നമുക്ക് ഈ അയണുകളും കാര്യങ്ങളൊക്കെ എടുത്ത് റെഡി ആവാം. ഫുൾ അയൺ ആർമർ തന്നെ നമുക്ക് ആവാം ഗൈസ്. ഇവിടെ ഇതുണ്ട്, എന്തെങ്കിലും പേര് ഓർമ്മയില്ല ഗൈസ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ അയണും കാര്യങ്ങളൊക്കെ എടുക്കാം ഗൈസ്. അങ്ങനെ ഇതിൻ്റെ മൈക്ക് ഇല്ലാത്തതിനോണ്ട് നമ്മളിപ്പോൾ എങ്ങനെയൊക്കെ അത്യാവശ്യം സൗണ്ടിലാണ് പറയുന്നത്. അതിനോണ്ട് നിങ്ങൾ ക്ഷമിക്കണം. നമ്മൾ കഷ്ടപ്പെട്ടിട്ട് തന്നെ പറയണേ. ഒന്ന് റെഡി ആവാണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഒന്ന് റെഡിയായി സെറ്റ് ആവണം ഗൈസ്. അങ്ങനെ ഈ 2 അയണും കിട്ടി. എത്ര അയണുണ്ട് വെച്ചാൽ 8 അയണുണ്ട് ഗൈസ്. ഇവിടെ കുറേ അയണുകളുണ്ട്.
വെള്ളത്തിൽ പോയി മൈൻ ഷാഫ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഗൈസ് മൈൻ ഷാഫ്റ്റ് പക്ഷെ ഇവിടെ ക്രീപ്പറാണ് ഗൈസ് അവിടെ ഉള്ളത്. നമുക്ക് ക്രീപ്പർ ഒന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഡയമണ്ട് ഒന്നും കാണില്ല ഗൈസ്. ഓ മൈ ഗോഡ്, ക്രീപ്പർ വീടുണ്ട് നമ്മൾ അടുത്തത്. അങ്ങനെ അവിടെ ഡയമണ്ട് ഇല്ല ഗൈസ്, അതാണ് നമുക്ക് ആവശ്യം. ഇവിടെ ക്രീപ്പർ ഉണ്ട്, നമുക്ക് ക്രീപ്പറിനെ എല്ലാം എടുത്ത് വെക്കാം. കയ്യുന്നു ക്രീപ്പർ പൊട്ടി ഗൈസ്. അത് നമുക്ക് നേരെ അമ്മക്ക് നിൽക്കാൻ പോവുക, നേരെ ചടുക, നേരെ ഇങ്ങോട്ട് പോവുക. അവിടെ എന്തോ റെഡ് കളറിൽ വെക്കുന്നുണ്ട്. അടുത്തൊരു വെളിച്ചം. ഇവിടെ ഓരോ സോംബീസുകളൊന്നും കാണില്ല ഗൈസ്. ലാവുണ്ട്. ആഹാ, സോംബീസുകളെ കാണില്ല എന്ന് പറഞ്ഞത് ഇനിയൊന്ന് ഗൈസ്. സോംബീസുകൾ അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഇവിടെ കാണുന്നൊന്നുമില്ല ഗൈസ്. ഈ ഇരുട്ടത്ത് നമ്മൾ ചെയ്യാണ്, കഷ്ടപ്പെടുകയാണ് ഗൈസ്, ചാവാനാവുകയാണ് ഗൈസ്. അപ്പം നിങ്ങളൊരു സപ്പോർട്ട് തരുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി ധൈര്യം ഉണ്ടാവും ഗൈസ്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പറയും ഗൈസ്. നമുക്ക് നേരെ ഇതിൽ കൂടെ നേരെ പോവുക ഗൈസ്, അതാണ് നമ്മുടെ ഉദ്ദേശം. അവിടേക്ക് എത്തൂല ഗൈസ്. നേരെ ഇവിടേക്ക് എടുക്കുക, നേരെ ഇങ്ങോട്ട് വെക്കുക, പിന്നെ ഇങ്ങോട്ട് വെക്കുക, ഇങ്ങോട്ട് അത് കഴിയില്ല, ഇങ്ങോട്ട് വെക്കുക, നേരെ ഇങ്ങനെ വെക്കുക, നേരെ ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇങ്ങനെ നേരെ വെക്കുക. ഇങ്ങനെ വെച്ച് കുറേ ദിവസം എടുക്കും. ഇത് നമുക്ക് കീബോർഡ് മൗസും കണക്റ്റാക്കി കളിച്ചാൽ നല്ല സ്മൂത്തിൽ കളിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. ഓ നമ്മളെ തീർന്നു ഗൈസ്, സ്റ്റോണൊക്കെ തീർന്ന് നമ്മൾ പാവപ്പെട്ട ആളായി ഗൈസ്. സ്റ്റോൺ തീർന്ന് നമുക്ക് നേരെ 13 കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് വല്ല ഇവിടുന്ന് സ്കൂട്ടാവാം. ഓ ഗൈസ്, നമ്മക്കേ ഇപ്പം നമ്മളടുത്ത് എന്തൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഒന്നും ഇല്ല. അപ്പം നമുക്ക് നേരെ നമ്മളെ സ്കൂട്ടിക്ക് ഔടുക്കാണ്ട് പോവാം. കുറച്ച് സ്റ്റോണും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം ഗൈസ്. അത് എടുത്തതിൻ്റെ ശേഷം നമുക്ക് പോവാം. ആദ്യം നമ്മൾ
ഈ അപ്പോത്തിന് വെള്ളം വെള്ളത്തിൻ്റെ പ്രശ്നം. സോംബി ഇപ്പം ഇങ്ങോട്ട് എത്തി ഗൈസ്. നമ്മൾ സോംബി അറിയാതെ കണ്ട് തട്ടിക്കേണ്ട കളിയാണ്. സോംബിക്ക് ഇങ്ങോട്ട് വരായില്ല ഗൈസ്. അപ്പം ഇനി നമുക്ക് വേഗം കല്ലും കാര്യങ്ങളൊക്കെ എടുക്കുക. ഇതിവിടെ കണ്ട് വെക്കുക ഗൈസ്. വാട്ട് എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒരു ഹൊററിസ്റ്റിക്കായ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ 2 ഇത് കിട്ടിയിട്ടുണ്ട്. ഈ മൈൻഷാഫ്റ്റിൻ്റെ സൗണ്ടൊക്കെ തീരെ ഇഷ്ടമില്ലേ ഗൈസ്. എന്തൊക്കെ ഹൊറായിട്ട് കേൾക്കണ സൗണ്ടൊക്കെ കേട്ടുക. മൈൻഷാഫ്റ്റ് വെച്ചാൽ ഒരു സ്ഥലമാണ്. അവിടുന്ന് ഇങ്ങനെ ഓരോ ഭയാനകമായ സൗണ്ടൊക്കെ കേൾക്കും. അപ്പം അത്യാവശ്യത്തോനെ കല്ലും സ്റ്റോണും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് പോവാം. ഇവിടെ ഡയമണ്ടൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് സെറ്റാക്കി. അപ്പം 20 സംതിങ് കല്ല് കിട്ടിയിട്ടുണ്ട്. സോംബീസിലൊക്കെ പോയോ ഗൈസ്? വാട്ട് എങ്ങനെ നമ്മൾ തോന്നുന്നു? എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. പറഞ്ഞ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്ക് വെല്ലേ വന്നുകൊണ്ട് വെല്ലേ സ്കൂട്ടാവാം ഗൈസ്. അങ്ങനെ ഗൈസ് അത്യാവശ്യം കഷ്ടപ്പാടാണ് ഗൈസ്. അപ്പം ഇനി എത്ര മിനിറ്റ് ആയിട്ടുണ്ടാവും ഗൈസ്? 23 മിനിറ്റായി ഗൈസ് നമ്മൾ കളി തുടങ്ങിയിട്ട്. ഗൈസ് അയൺ സോഡൊക്കെ എടുത്തിട്ടാണ് സോംബീസിൽ വരുന്നത് ഗൈസ്. ഓരോ കഷ്ടപ്പാട് അവിടെ രാവിലെ ആയി തുടങ്ങി തോന്നുന്നു. എന്നാൽ നമുക്ക് പിന്നെ കൊണ്ടാം നേരെ. അപ്പോൾ ഗൈസ് നമ്മളെ കല്ല് തീർന്നു ഗൈസ്. പക്ഷേ ഈ കല്ലുണ്ട് ഗൈസ്, നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പം ഇത് പൊട്ടിക്കേണ്ടി വരും ഗൈസ്. നമ്മളിപ്പോൾ എവിടെയാണ്? നമുക്കെന്നെ മനസ്സിലാവുന്നില്ല ഗൈസ് നമ്മളെവിടെയാണ്. ഓ നമ്മൾ വെള്ളത്തിലാ. നമുക്ക് കഴിയൂല ഗൈസ്. ഇത് നമുക്ക് നടക്കണ പണിയില്ല ഗൈസ്. ഇതിപ്പം ഇനി നമുക്ക് കല്ല് കൊണ്ടെടുത്ത് വരേണ്ടി വരും ഗൈസ്. ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടി ഞാൻ കാട്ടുക. ഇതിപ്പോൾ എവിടെ ഗൈസ്? ഇത് ഇരുട്ടാണ്, മുഴുവൻ ഇരുട്ട്. നമുക്ക് കല്ല് ഇത് പൊട്ടിക്കാണ്ട്
നമ്മളിപ്പോൾ ഓടുകയാണ് ഗൈസ്. ഇത് എത്തോന്നും മനസ്സിലാണില്ലേ? നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ വന്ന വഴി കാണണം. അതിന് നമുക്ക് ആദ്യം ടോർച്ച് എടുത്ത് വരണം. നമുക്ക് ടോർച്ച് എടുക്കാം. ആ ടോർച്ച് വെള്ളത്തേക്ക് പോവുകയും ചെയ്ത് പിന്നെ ടോർച്ച് എടുക്കാം. ഈ ടോർച്ച് കിട്ടി ഗൈസ്. ഇനി നമുക്ക് നേരെ ഇത് ടോർച്ച് പിടിച്ചാൽ ലൈറ്റ് ഉണ്ടാവും. അതുമില്ല. ഇപ്പൊ കൂരാരിട്ട് ഇനി നമുക്ക് നേരെ പൊട്ടിക്കാൻ കയറാം. ഗൈസ് ഇത് നല്ല കഷ്ടപ്പാടുള്ള പണിയാണ് ഗൈസ്. നിങ്ങൾ കണ്ട മാതിരിയൊന്നുമല്ല. ഇത് എനിക്ക് നല്ല കഷ്ടപ്പാടുണ്ട്. ഇത് ഇവിടെ വെച്ച് വെക്കാം. ഇവിടെ വെക്കാൻ കഴിയുന്നില്ല. പിന്നെ എവിടെയാണ് വെക്കുക? അവിടെ വെച്ച്. ആഹാ, ഇവിടുന്ന് വെള്ളമുണ്ട്. എന്നിട്ട് ഈ വെള്ളത്തിലാണ്ട് കയറുക. നല്ല കഷ്ടപ്പാടാണ്. എങ്ങനെയൊക്കെ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഓ അങ്ങനെയാണല്ലേ കാര്യങ്ങളൊക്കെ. നമുക്ക് ഇതിലൂടെ വല്ലാണ്ട് ഇറങ്ങാം ഗൈസ്. നമ്മൾ ഔട്ടായിട്ടുണ്ട്. നമുക്ക് വേഗം ആ സ്ഥലത്തേക്ക് പോകാൻ കഴിയുമോ? ഏത് സ്ഥലം ഓർമ്മ ഉണ്ടല്ലേ ഗൈസ്. നമുക്ക് വേഗം ആ സ്ഥലത്തേക്ക് പോയാൽ നമ്മളെ ലൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാം. അങ്ങോട്ടുള്ള സ്ഥലം ഇനി നമുക്ക് വേഗം പോകണം ഗൈസ്. നമ്മളെ സാധനങ്ങളൊക്കെ അവിടെ വീണിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ കേവിൻ്റെ അവിടേക്ക് പോവാം. അതാ ഇവിടെ എവിടെ ആണ് നമ്മൾ വീണത്. ഇവിടേക്കായിട്ടാണ് നമ്മൾ വീണിട്ടുണ്ട്. നമുക്ക് വെള്ളം ഇവിടേക്ക് പോവാം. നേരെ നമ്മളെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കാം. വേഗം നമുക്ക് ഇറങ്ങാം. നമ്മളെ സാധനങ്ങളൊക്കെ ഉണ്ട്. തിരിച്ച് കിട്ടിയില്ല നമുക്ക്. ഓ അയാണ് അടിക്കോയി ഗൈസ്. അത് ഏതായാലും നന്നായി ഗൈസ്. അപ്പം ഇനി നമുക്ക് നേരെ നമ്മളെ സാധനങ്ങളൊക്കെ കിട്ടി ഗൈസ്. ഓ നമ്മൾ നോക്കി പോണേന് ഗൈസ്. ആഹാ ബെസ്റ്റ്. ലൈഫ് നല്ല കുറഞ്ഞ നല്ല പേടിച്ചു പോയി ഗൈസ്. എന്താ വെച്ചാൽ നമ്മൾ ഔട്ട് ചെയ്യാൻ നമുക്ക് സ്ഥലം ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ അതിൻ്റെ ക്രിയേറ്റിവിറ്റി ഐഡിയയിൽ ഞാൻ ആലോചിച്ച് ഞാൻ ഇവിടേക്ക് എത്തി ഗൈസ്. പിന്നെ നമുക്ക് നേരെ ഇതൊക്കെ എടുത്തതിൻ്റെ ശേഷം ഇതൊക്കെ അവസാനിപ്പിക്കുക. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക ഗൈസ്. എടുത്തതിൻ്റെ ശേഷം
കല്ല് വെച്ച് കയറാം ഗൈസ്. അങ്ങനെ ഗൈസ്